റീത്ത തല്ലിയ അലീനയെ ചേർത്ത് പിടിച്ച് എൽസമ്മ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, റീത്തയും എൽസമ്മയും സ്റ്റാലിൻ്റെ വീട്ടിൽ വന്നു കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വലിയ പൊട്ടിത്തെറികളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീനയെ ബഹുമാനിക്കണമെന്നും അലീനയെ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കണമെന്നും പൗലോസിനോട് പറയുകയാണ്. ഇതേ സമയം പൗലോസിനാണെങ്കിൽ അലീനയെ അനുസരിക്കാനായിട്ട് യാതൊരു മനസ്സുമില്ല എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൗലോസാണെങ്കിൽ നേരെ അത് റീത്തയെ അറിയിക്കുകയാണ്. അതായത്, എൻ്റെ റീത്താമ്മേ, നിങ്ങളിതെവിടെയത്? നിങ്ങളുണ്ടല്ലോ, വരാതിരിക്കുന്നിടത്തോളം കാലം ആ പെണ്ണിന് ഇവിടെ അധികാരങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യമായിട്ടാണ് കേണൽ സാബ് ഒരു പെൺകുട്ടിയുടെ മുൻപിൽ, ഒരാളുടെ മുൻപിൽ തോക്കുന്നത് ഞാൻ കാണുന്നത്. കേണൽ സാബ് ഉണ്ടല്ലോ, ഇവിടെയുണ്ടല്ലോ ആ പെണ്ണിനെ ഭക്ഷണം വാരിയൊക്കെയാണ് നൽകുന്നത് എന്ന് നമ്മുടെ പൗലോസ് പറയാണ് കേട്ടോ. എൻ്റെ പൗലോസേ, നീ എന്താടാ ഈ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, അതേ റീത്ത ചേച്ചി, സത്യം തന്നെയാ, ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ ഇത് പറയുമ്പോൾ തന്നെ റീത്ത ഏതാണ്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം സ്റ്റാലിൻ്റെ വീട്ടിൽ ഏതാണ്ട് ഒരു രാജകുമാരിക്ക് തുല്യമായ ഒരു ജീവിതമാണല്ലോ അലീന ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് നുണ പറയില്ല എന്ന് റീത്ത മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇതിനുടനെ തന്നെ ഒരു പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ റീത്തയാണെങ്കിൽ എൽസമ്മയുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിക്കുകയാണ്. എന്തായി എൽസമ്മേ, നിൻ്റെ ധ്യാനവും കാര്യങ്ങളും കഴിയാറായോ എന്ന് ചോദിക്കുന്നു. നാളെ തീരുമെന്നും നാളെ രാവിലെ നീ എന്നെ കൊണ്ടുവരാനായിട്ട് വരണമെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഞാൻ വരാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് എൽസമ്മയുടെ ഇൻട്രോ സീനാണെന്ന് കാണാം. പള്ളിയിൽ നിന്നും എൽസമ്മ ധ്യാനം കഴിഞ്ഞിറങ്ങുന്നൊരു സീൻ. ഇതേ സമയം റീത്ത കൂട്ടാൻ നിൽക്കുന്ന ഒരു സീൻ. അവിടെ വെച്ച് തന്നെ സംഭവത്തിൻ്റെ കിടപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് റീത്തയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പൗലോസ് പറഞ്ഞതടക്കം കുറച്ച് എരിവും പുളിയും ചേർത്ത് പറയുന്ന ഒരു കാഴ്ചയാണല്ലോ കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയം ഇതൊക്കെ റീത്തെ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നത് കാണാം. അപ്പോഴാണെങ്കിൽ അവിടുത്തെ പാചകക്കാരൻ ആ പൗലോസില്ലേ, അയാൾ വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അവന് ആ അലീനേനെ അത്ര ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് വിളിച്ച് പറയുന്നതാണ്. നമ്മുടെ കൂട്ടത്തിലൊന്നും കൂട്ടാനൊന്നും കൊള്ളൊന്നുമില്ല, എന്നാലും ഒരു സഹായി എന്ന രീതിയിൽ മാത്രമേ അവന് ഉപകരിക്കൂ, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിയാൻ മാത്രം എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ റീത്താമ്മേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സ്റ്റാലിയുടെ കാര്യം അറിയാലോ, അയാൾക്ക് എങ്ങാനും ഭ്രാന്തിളകി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനെയും വലിച്ചു കീറുമെന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നെൽസമ്മേ, നീ ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തരെ ഇങ്ങനെ വന്ന് അധികാരമൊക്കെ സ്ഥാപിക്കുന്നത്. നിനക്ക് ഒന്നും വേണ്ടേ? നിൻ്റെ മക്കളുടെ വിവാഹപ്രായമൊക്കെ വരുമ്പോൾ നിൻ്റെ കയ്യിലൊന്നും വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ സ്റ്റാലിൻ നടത്തിക്കോളൂല്ലേ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ ആ സമയമാകുമ്പോൾ സ്റ്റാലിൻ്റെ കയ്യിൽ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതായത് ഈ പെണ്ണ് സ്റ്റാലിനെ സ്വാധീനിച്ച് സ്വത്തും പണമൊക്കെ തൻ്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉണ്ടയും നടക്കില്ല. നിൻ്റെ മക്കൾക്ക് ഒരു രൂപ പോലും ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നീ പരമാവധി എന്ത് ചെയ്യണം? സ്റ്റാലിനോട് ആ പെണ്ണിനെ പറഞ്ഞു വിടാനായിട്ട് പറയണം. അതാണ് ഇപ്പോൾ വേണ്ടത്.
അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സഹോദരങ്ങളെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അവരെ കൊണ്ടുവന്ന് ഒരു ബലപ്രയോഗത്തിലൂടെ അവളെ പുറത്താക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയം നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ആദ്യം സ്റ്റാലിനുമായിട്ട്. എന്നിട്ട് അയാൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം റീത്തെ എന്ന് എൽസമ്മ പറയുകയാണ്. തുടർന്ന് സ്റ്റാലിനോട് സംസാരിക്കാനായിട്ട് എൽസമ്മയും റീത്തയും കടന്നു ചെല്ലുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും സ്റ്റാലിനെതിരെ പൊട്ടിത്തെറിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാലിൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. എന്തായാലും എൻ്റെ മകളെ ഞാൻ എവിടേക്കും മാറ്റി നിർത്താനോ പോകുന്നില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോഴാണെങ്കിൽ എന്തുകൊണ്ട് സാധിക്കില്ല? ഞാനല്ലേ നിയമവശാൽ നിങ്ങളുടെ ഭാര്യ. നിങ്ങൾ പിന്നെ എന്തിനാണ് ആ പെണ്ണിനെ ഇവിടെ സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാലി? അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഇതുവരെയും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മോളെ ഞാൻ സ്വീകരിച്ചതിന് നിനക്കെന്താ? നിനക്കെന്നെ വേണ്ടാത്ത നീ വൃത്തികെട്ട സ്ത്രീയായ റീത്തയുടെ കൂടെ പോയവളല്ലേ? നീ എൻ്റെ മക്കളെയും കൊണ്ടുപോയില്ലേ? എന്നെ സ്നേഹിക്കാനോ ആരെങ്കിലും നീ എനിക്ക് വിട്ടു തന്നോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. കൂടാതെ ഈ ശബ്ദമൊക്കെ കേട്ട് അലീന താഴത്തേക്ക് വരികയാണ്. അപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞാൽ പുറത്താക്കണമെന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ എൽസമ്മയ്ക്ക്. തല്ലണമെന്നോ തല്ലി അയക്കണമെന്നോ ഒന്നുമില്ല. അതായത് റീത്തയുടെ ഉദ്ദേശമാണ് പുറത്താക്കണമെന്ന്. എൽസമ്മ വെറുതെ കൂടെ നിൽക്കുന്നേ ഉള്ളൂ. സ്റ്റാലിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ എന്നുള്ളൊരു ആഗ്രഹക്കാരിയാണ് എൽസമ്മ എന്ന് കാണാം. കാരണം തൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നാൽ മതി എന്നുള്ള ചിന്തയുള്ളൂ. അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, അയാളുടെ മകളെ നിർത്തി എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ നമ്മുടെ അലീന വരുന്നതും നമ്മുടെ റീത്തയാണെങ്കിൽ അലീനയെ തല്ലുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് ആരുടെ മോളുടെ പ്രായമേ ഉള്ളൂ നമ്മുടെ അലീനയ്ക്ക്. അതിലും ഒരു വയസ്സ് കൂടിയാലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റീത്ത തല്ലുന്ന സമയം എൽസമ്മയാണെങ്കിൽ നമ്മുടെ അലീനയെ ആശ്വസിപ്പിക്കുകയാണ്. ആ കാഴ്ച കണ്ടതും റീത്ത ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇനി ഇവളെങ്ങാനും അവളുടെ സൈഡിലേക്ക് മാറുമോ? അങ്ങനെ എങ്ങാനും ചാഞ്ഞു കഴിഞ്ഞാൽ താൻ ആകെ പെട്ടുപോകുമല്ലോ. തനിക്ക് ജീവിക്കാനായിട്ട് സ്റ്റാലിൻ പിന്നെ സ്വത്തും കാര്യങ്ങളൊന്നും തരില്ല, തനിക്ക് ഭരിക്കാനും ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂട്ടുകാരെ.